യോഗേഷ് കുമാർ ഗുപ്തയും കേരളം വിടാനൊരുങ്ങുന്നു. DGP-ആയി സ്ഥാനക്കയറ്റം ലഭിച്ച യോഗേഷ് കുമാർ ഗുപ്തയും കേരളം വിട്ടേക്കും. കേന്ദ്ര ഡെപ്യൂട്ടേഷനായി അപേക്ഷ നൽകി. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലേക്കാണ് അപേക്ഷിച്ചത്. ഇതുവരെ കേരളം വിട്ടത് 32 IPS-കാരാണ്. വിശദാംശങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, ഇതിനകം കേരളം വിട്ടത്, സംസ്ഥാനം വിട്ടത് 32 IPS-കാരാണ്. അതിൽ ഒടുവിലത്തെ ആളാണ് യോഗേഷ് കുമാർ ഗുപ്ത. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം കേരളം വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. സുരേഷ്, സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥർ പോലും കേരളം വിടാൻ ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് DGP-ആയി സ്ഥാനക്കയറ്റം ലഭിച്ചത്. അതിനുശേഷം അദ്ദേഹം കേരളം വിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. കേന്ദ്ര സർക്കാരിൽ അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലേക്ക് മാറുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ യോഗേഷ് കുമാർ ഗുപ്തയും ഉടൻ തന്നെ കേരളം വിടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. വിജിലൻസ് ഡയറക്ടറാണ് നിലവിൽ അദ്ദേഹം. സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥർ പോലും ഈ രീതിയിൽ കേരളം വിട്ടു പോകുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, നേരത്തെ 32 IPS ഉദ്യോഗസ്ഥർ ഇതിനകം കേരളം വിട്ടിട്ടുണ്ട്. അത് IG, DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് കൂടുതലായും കേരളം വിട്ട് പോയിരിക്കുന്നത്. നേരത്തെയും ജൂനിയർ ലെവലുള്ള ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാറുണ്ട്. എന്നാൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ കേരളം വിടുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. മാത്രമല്ല, IAS ഉദ്യോഗസ്ഥരുടെ കാര്യവും വ്യത്യസ്തമല്ല. IAS ഉദ്യോഗസ്ഥരും കൂട്ടത്തോടെ കേരളം വിട്ട് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാന ധനകാര്യ സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രകുമാർ അഗർവാൾ കേരളം വിട്ടതാണ്. മാത്രമല്ല, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ അറിയുന്ന സഞ്ജയ് കുമാർ ഗൗളും കേരളം വിട്ടിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഈ രീതിയിൽ IAS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഉദ്യോഗസ്ഥർ കേരളം വിടുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, കൂടുതൽ IPS ഉദ്യോഗസ്ഥർ കേരളം വിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പോലീസ് സേനയെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. പല തന്ത്രപ്രധാന സ്ഥാനങ്ങളിലും നിയമിക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് IG, DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ കേരളം വിടുമ്പോൾ പ്രധാന സ്ഥലങ്ങളിൽ പോസ്റ്റിംഗ് നടക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് IPS ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് പ്രതിസന്ധി തന്നെ നേരിടുന്നുണ്ട്. നേരത്തെ IG ലെവലിലും അതുപോലെ തന്നെ DIG റാങ്കിലും ഒക്കെ ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ ഏതെങ്കിലും തരത്തിൽ അവധിയെടുക്കുകയാണെങ്കിൽ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് വിജിലൻസ് ഡയറക്ടറുടെ ചുമതല നൽകേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ചിലും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലുമൊക്കെ കാര്യങ്ങൾ പോകുന്നത്. പലയിടത്തും നിയമിക്കാൻ IPS ഉദ്യോഗസ്ഥരില്ല. IAS ഉദ്യോഗസ്ഥരുടെ കുറവും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. 33 IAS ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് ഇതിനകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിരുന്ന ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മാറുന്നത്. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഇതിനൊരു പ്രധാന ഘടകമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ IAS, IPS ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ കേരളം വിടുന്നത്. സുരേഷ്, രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.